Hi all, welcome back to Lovable Psycho. Let me introduce myself very briefly. എൻ്റെ പേര് റിഷ്. ഇൻഫാക്ട് ഇറ്റ്സ് മൈ ഷോർട്ട് ഒഫീഷ്യൽ നെയിം ഇൻ ന്യൂസിലാൻഡ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോറി, അറൌണ്ട് 2 minutes, ബട്ട് ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് സെപ്പറേറ്റ്. മെനി താങ്ക്സ് ടു യൂട്യൂബ് ചാപ്റ്റേഴ്സ് ഫീച്ചർ. സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് ടു ദ മെയിൻ ടോപ്പിക്. ഞാനൊരു യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നും അല്ല. ലൈക്സ്, മോണിറ്റൈസേഷൻ, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. കുറച്ച് നാൾ മുന്നേ വരെ ഐ യൂസ് ടു സ്പെൻഡ് ടൈം ടു ഹെൽപ്പ് മൈഗ്രൻസ് ഗെറ്റ് ദെയർ ഫസ്റ്റ് റോൾ. റീസെൻ്റ്ലി എനിക്ക് അത് ചെയ്യാൻ ഒട്ടും സമയം കിട്ടുന്നില്ല. സോ ഐ തോട്ട് ആസ് പാർട്ട് ഓഫ് മൈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് ടു ഹെൽപ്പ് മൈ ഫെലോ ഫ്രണ്ട്സ് ആൻഡ് മൈഗ്രൻസ് ആൻഡ് ദെയർ ഫ്രണ്ട്സ്, ഞാൻ കരുതി ഐ വിൽ ഡു വീഡിയോസ് ഓഫ് എവറിത്തിങ് ദാറ്റ് മേ ഹെൽപ്പ് ജോബ് സീക്കേഴ്സ് ഹിയർ ഇൻ ന്യൂസിലാൻഡ് ആൻഡ് അറൗണ്ട് ദ വേൾഡ്. സോ എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസ് ആൻഡ് ഇൻസൈറ്റ്സ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയാൽ ഐ ബി മോർ ദാൻ ഹാപ്പി അബൌട്ട് ദിസ്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ഡിസ്കസിങ് അബൌട്ട് എ സിംഗിൾ ടോപ്പിക് ആൻഡ് purposefully kept brief because I feel it's better to talk about one thing at a time and give it the attention it deserves. Everything that I share here comes from my own job search and experience, continuous learning, research and commonly accepted industry practices. However, ഒരു കാര്യം മനസ്സിലാക്കുക, എവറി എംപ്ലോയർ, റിക്രൂട്ടർ, ഓർഗനൈസേഷൻ ആൻഡ് ഹയറിംഗ് പ്രോസസ് ഈസ് യുണീക്ക് ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രാക്ടസസ്, interview expectations and employment process can vary significantly across employers, industries and countries. So as a result, there is no single perfect approach that works for everyone. I always want to say this during job search. Take whatever that helps you and ignore whatever that doesn't, and always follow what suits your path. Every person is different, every situation is different as well, and their job search journey is very different. I am not claiming to have all the answers. These are experiences and insights shared with a genuine intention that they may help someone move closer to their goal. When you're listening to the audio anytime, ഞാൻ വിഷ്വൽസ് കൂടി കാണാൻ സജസ്റ്റ് ചെയ്യും, ബിക്കോസ് വിഷ്വൽസ് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആക്കും ആൻഡ് ദേ ആർ റിച്ച് ഇൻ ഇൻഫർമേഷൻ. ഈ വീഡിയോസിന് വേണ്ടിയുള്ള പ്ലാനിങ് ടൈമൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്. സോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഫൈനലി, ഇഫ് anyone wants to get in touch regarding anything, here is my email, write-to-rish.nz@gmail.com. So നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു റിയൽ ലൈഫ് ജോബ് എക്സ്പീരിയൻസിനെ പറ്റിയാണ്. ഞാൻ വന്ന സമയത്ത് ഞാൻ അത്യാവശ്യം ജോബ് സെർച്ചിങ്ങിന് ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് എനിക്ക് കോൾസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു. ഇങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി, വുഡ് യു ബി ഇൻട്രസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു കോൾ വന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്, ഈ ഇൻ്റർവ്യൂ എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇത് വെല്ലിംഗ്ടണിലായിരുന്നു എൻ്റെ ഈ ഇൻ്റർവ്യൂ. അപ്പം ഈ ജോലിക്ക് വേണ്ടി ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂവിന് വേണ്ടി, കാരണം കുറേ ദിവസത്തിന് ശേഷമാണ് എനിക്കൊരു കോൾ വരുന്നത് തന്നെ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഈ ഇൻ്റർവ്യൂവിന് വന്നു. ഈ ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം എനിക്കൊരു റിട്ടൺ ടെസ്റ്റായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അബൌട്ട് ടെസ്റ്റിംഗ് എൻ്റെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റിയുള്ള കുറേ ബേസിക് ക്വസ്റ്റ്യൻസ്, കുറേ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനെയർ പോലെ വന്നു, ലൈക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പോലെ. അതെല്ലാം ഞാൻ ആൻസർ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവരെനിക്കൊരു SQL ടെസ്റ്റ് തന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്, SQL ഞാൻ ഗുഡ് ആണെന്ന് അറിയാൻ വേണ്ടി ഒരു കുട്ടി ടെസ്റ്റ്, കുറേ ക്വയറീസൊക്കെ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു 20 minutes വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ ഭയങ്കര ടെൻഷനുമാണ്, അന്ന് അതേപോലെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എന്താവും എന്നുള്ള ടെൻഷനിലൊക്കെ ഇരുന്നപ്പോൾ 20 minutes കഴിഞ്ഞപ്പോൾ പറഞ്ഞു, യു ഗുഡ്, നമുക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് വിച്ച് വിൽ ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് 10 minutes എന്ന് പറഞ്ഞു. ഈ ഇൻ്റർവ്യൂവിന് ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നു. അപ്പോഴത്തേന് 2 പേര്, വൺ വാസ് എ ചൈനീസ്, ഒന്നൊരു കിവി ആയിരുന്നു. അപ്പോൾ ഇവരെന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. ഇവരെൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കര നല്ല പോലെയൊക്കെ ആൻസർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ അവർ ചോദിച്ച് ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര നൈസാണെന്ന് തോന്നി ആക്ച്വലി. അപ്പം ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ അവരെൻ്റെ അടുത്ത് ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ ചോദിച്ചു. അതെല്ലാം ഞാൻ നല്ലപോലെ ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴോ ഒരു മൊമെൻറ്റിൽ എനിക്ക് തോന്നുന്നു, വൈൽ
ഹി വാസ് ട്രൈങ് ടു ടോക്ക്. ഞാൻ അറിയാതെ ഇൻ്ററപ്റ്റ് ചെയ്തു. ലൈക്ക് അവൻ എന്തോ സംസാരിക്കാൻ വരുമായിരുന്നു. ഞാൻ ഈ പറയുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവൻ പറയുന്നതിൻ്റെ മുകളിൽ കയറി പറഞ്ഞു. ഇത് നമുക്കുള്ളൊരു സ്വഭാവമാണ് പൊതുവേ. നമുക്ക് പൊതുവേ നമ്മൾ ഈ പറയുന്ന സംസാരത്തിൽ നമ്മൾ കുറച്ച് ബുള്ളീസാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. നമുക്കൊരു കാര്യം നമുക്ക് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. വേറൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി പറയും. എനിക്കിത് മനസ്സിലായില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ഡിഡ് ഐ ഡു വെൽ ഫോർ എൻ ഇൻ്റർവ്യൂ? അപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും ഞാൻ അങ്ങനെ വരെ ചോദിച്ചു. അപ്പം സൈഡിൽ നിന്ന് ചൈനക്കാർ പറഞ്ഞു, യു ഡിഡ് റിയലി വെൽ എന്നൊക്കെ പറഞ്ഞു. ഇപ്പുറത്തിരുന്ന ആളും പറഞ്ഞു, നൈസ് എന്ന് പറഞ്ഞു. ആക്ച്വലി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് റിജക്ഷൻ വന്നു. ഞാൻ ഞെട്ടിപ്പോയി. ലൈക്ക് ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഐ റിയലി ഡിഡ് വെൽ ഫോർ ആൻ ഇൻ്റർവ്യൂ. എന്തുകൊണ്ടായിരിക്കും എനിക്ക് റിജക്റ്റഡ് ആയെന്ന് എനിക്ക് ഒരു രീതിയിലും മനസ്സിലായില്ല. അപ്പോൾ അപ്പോഴത്തെ കുറേ ദിവസത്തിന് ശേഷം വന്ന ഇൻ്റർവ്യൂ ആയതുകൊണ്ടായിരിക്കാം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു തോന്നുന്നു. അപ്പോൾ തന്നെ ഞാൻ ഈ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് റിജക്ഷൻ വന്നത്. അപ്പം ഞാൻ തിരിച്ച് വെല്ലിംഗ്ടണിൽ നിന്ന് ലോവർ ഹട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ അവരെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഐ തോട്ട് ഐ ഹാഡ് എ ഗുഡ് ഇൻ്റർവ്യൂ, ക്യാൻ യു ടെൽ മീ വൈ ഐ ഗോട്ട് റിജക്റ്റഡ് എന്ന് ചോദിച്ചു. അപ്പം അവർ പറയാണ്, വി ആർ ലുക്കിംഗ് ഫോർ കാൻഡിഡേറ്റ്സ് ഹു ഗീവ് ഗുഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. എന്നുവെച്ചാൽ ഞാൻ റിജക്റ്റഡ് ആയതിൻ്റെ റീസൺ ഞാൻ അറ്റൻഷൻ ടു ഡീറ്റെയിൽ കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ ഞാൻ അറിയാതെ അയാളെ ഇൻറ്ററപ്റ്റ് ചെയ്തപ്പോഴത്തേന് അയാൾക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. അയാൾ പൊളൈറ്റ്ലി അതെന്നോട് കാണിച്ചില്ല, അപ്പം തന്നെ പറഞ്ഞുമില്ല. പക്ഷേ എന്നെ ഈസി ആയിട്ട് അവർ റിജക്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ സ്റ്റോറിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റർവ്യൂസിനെല്ലാം പോകുമ്പം വി ഷുഡ് നെവർ ഇൻറ്ററപ്റ്റ്. So when somebody is talking, give them a chance to speak. Once they are done with their talking, take a pause, like 2 to 3 seconds. അത് കഴിഞ്ഞേ നമ്മൾ സംസാരിക്കാൻ തുടങ്ങാവുള്ളൂ. പിന്നെ നമുക്ക് വേറൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ഒരുപാട് പ്രിപ്പയർഡ് ആയിട്ട് പോകുമ്പോഴത്തേന് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ ആൻസർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക ഇത് പറയാൻ വേണ്ടി. ലൈക്ക് നമ്മൾ എങ്ങനെയെങ്കിലും അത് അവതരിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ സംഭവിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓൾവേസ് wait for them to finish off. Take a 2 to 3 seconds pause. ഈ 2 to 3 seconds pause എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എന്തെങ്കിലും ഇനിയും പറയാൻ വന്നാൽ പോലും അതും കൂടെ നമുക്ക് കിട്ടും. ലൈക്ക് വി ഡോണ്ട് ഇൻറ്ററപ്റ്റ്. സോ നല്ല പേഷ്യൻസോട് കൂടി വേണം ഒരു ജോബ് ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ. നല്ല പേഷ്യൻസോട് കൂടി അവർ പറയുന്ന കംപ്ലീറ്റ് കേൾക്കുക, ഒരു പോസ് എടുക്കുക, നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അവരൊരു പോസ് എടുക്കുക, അവർ നമ്മളോട് തിരിച്ച് സംസാരിക്കും. അതാണ് മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഇതാണ്, നെവർ ഇൻറ്ററപ്റ്റ് കോൺവെർസേഷൻസ്, ഓൾവേസ് ബി പേഷ്യൻറ്റ് ഓൺ ഇൻ്റർവ്യൂസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹോപ്പ് ദിസ് ഹെൽപ്സ്. Steps, big wins.